തിരക്ക് വർദ്ധിച്ചതോടെ ശബരിമലയിൽ CCTV നിരീക്ഷണം ശക്തമാക്കി. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിലാണ് പോലീസ് പരിശോധനയും CCTV നിരീക്ഷണവും ശക്തമാക്കിയത്. പോലീസ്, ദേവസ്വം, വിജിലൻസ് എന്നിവരുടെ 258 ക്യാമറകളാണ് ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ക്ഷേത്ര പരിസരം 24 മണിക്കൂറും പോലീസിന്റെ 16ഉം വിജിലൻസിന്റെ 32ഉം ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ്. ചാലക്കയം മുതൽ പാണ്ടിത്താവളം വരെ പോലീസ് 60 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സന്നിധാനത്തെ കൺട്രോൾ റൂമിന്റെ മേൽനോട്ടം സ്പെഷ്യൽ പോലീസ് ഓഫീസർ P. ബിജോയ്ക്കാണ്. ക്യാമറയിൽ പതിയുന്ന നിയമലംഘനങ്ങളെ ആധാരമാക്കി അപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പമ്പ മുതൽ സോപാനം വരെയുള്ള തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനാൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സഹായകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ മൊത്തമായിട്ട് നമുക്ക് 73 CCTV ക്യാമറാസാണുള്ളത്. സന്നിധാനത്ത് 15 ലൊക്കേഷനിൽ CCTV ക്യാമറാസ് ഉണ്ട്. 24 മണിക്കൂറും നമ്മൾ ഈ ക്യാമറ നിരീക്ഷിക്കുന്നുണ്ട്. അയ്യപ്പന്മാരുടെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം CCTVയിൽ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഞാനും പേഴ്സണലി എൻ്റെ ഓഫീസിലും അതിൻ്റെ ഫീഡ്സുണ്ട്, ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അയ്യപ്പന്മാരുടെ വരവ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ഏർപ്പാടുകൾ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. തീർത്ഥാടകരുടെ ആവശ്യാനുസരണം മെഡിക്കൽ ടീം, ആംബുലൻസ്, ട്രോളി, അഗ്നിശമന സേനാ വിഭാഗം എന്നിവരെ അറിയിക്കാനും ക്യാമറകൾ ഉപയോഗപ്പെടുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായി ദേവസ്വം ബോർഡാകെ 172 ക്യാമറകളാണ് ശബരിമലയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മരക്കോട്ടം മുതൽ സന്നിധാനം വരെ 160 ക്യാമറകളും സോപാനത്തിൽ 32 ക്യാമറയുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്.